നല്ല സ്മെല്ലുകളെ എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ടല്ലേ? നമ്മൾ ഫ്രൂട്ട്സ് ആയാലും പൂക്കളായാലും നല്ല സ്മെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് പറഞ്ഞത് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ്. പക്ഷേ ഔഷധ ഗുണങ്ങൾ കൊണ്ട് മുന്നിലും അതേപോലെ തന്നെ സ്മെല്ല് കൊണ്ട് ഏറ്റവും ബാക്കിലും നിൽക്കുന്നത്. കാരണം അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയുണ്ട്. അപ്പം അങ്ങനെ ഒരു പഴത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെട്ടാലോ? ആ പഴം വേറൊന്നുമല്ല, നമ്മുടെ നോനിപ്പഴമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നോനിപ്പഴം. നമ്മളതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീസൊക്കെ കഴിക്കില്ലേ, ചീസൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ല്, അതുപോലത്തെ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ പഴം. അതിൻ്റെ ആ 7 അയലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇത് പഴുത്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്മെല്ലിനെ ഒന്ന് അവഗണിച്ച് വേറെ ഏതെങ്കിലും നല്ല നല്ല ഫ്രൂട്ട്സുമായിട്ട് ചേർത്ത് അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ ആ ഒരു രൂക്ഷഗന്ധം നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും 150-ൽ പരം പോഷക ഘടകങ്ങളിൽ നമ്മുടെ ഈ നോനിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതോടെ തന്നെ സീറോണിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോശങ്ങളുടെ പുനർജീവനത്തിന് സഹായിക്കുന്നുണ്ട് ഈ ഒരു സീറോണിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വിറ്റാമിൻ സി, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നോനി ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇത്. അതുപോലെ നമ്മുടെ മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും നോനിപ്പഴത്തിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി നോനിപ്പഴത്തിൻ്റെ ഫ്രൂട്ട് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത് മാർക്കറ്റിംഗ് അല്ല, നല്ല ബ്രാൻഡ് ഏതാണോ അത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഈ ഒരു നോനിപ്പഴത്തിൽ നിന്നുണ്ട്. അതേപോലെ തന്നെ ആയുർവേദത്തിലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണിത്. കൂടാതെ ഉണ്ടല്ലോ, ഇതൊരു വേദന സംഹാരി കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പം മിക്കവർക്കും ഉള്ളതാണ് സന്ധിവേദന, ജോയിൻറ്റ് പെയിന്, അതേപോലെ നടുവിനുള്ള വേദന. ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു ജ്യൂസാണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിനെ നോ പെയിൻ റിലീഫ് ഫ്രൂട്ട് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഏജിങ് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കം നിലനിർത്താനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറാനായിട്ടും നമ്മൾ ഈ ജ്യൂസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഇതിനെ അച്ചുക എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഒരു വാതപിത്ത കഫദോഷങ്ങൾ, നമ്മൾ ത്രിഫല ദോഷങ്ങൾ എന്ന് പറയില്ലേ, ഈ ദോഷങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് നമ്മുടെ ഈ ഒരു നോനി ജ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെയൊക്കെ ചെറിയ നരകളൊക്കെ ഉള്ളവർക്ക് ഹെയർ ഡൈ ആയിട്ട്, നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. നമുക്ക് ഈ നോനിയുടെ ഹെയർ ഡൈ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കിട്ടും. അതിൽ രാസവസ്തുക്കളൊക്കെ കുറവായിരിക്കും. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈ നോനിപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നീലയമരിപ്പൊടിയും അതേപോലെ തന്നെ ഈ നോനിയുടെ ജ്യൂസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, പക്ഷേ ഇതിനൊരു വൃത്തികെട്ട സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനകത്ത് റോസ് വാട്ടർ എന്തെങ്കിലും ഒരു 3-4 ഡ്രോപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുക. പിന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചെവിയുടെ പുറകിലോ കയ്യിലോ ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ആ ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ തലയിൽ, അതിൻ്റെ ഇലയും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇല അരച്ച് തലയിൽ പുരട്ടാവുന്നതാണ്. അതിൽ താരൻ കുറയാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. ഇതിൻ്റെ നമ്മൾ എടുത്തു പറയേണ്ടതും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ കൂടിയ അളവിൽ, ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് വൃക്ക രോഗികൾ, കരൾ രോഗികൾ, അങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിച്ച് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. കാരണം പൊട്ടാസ്യം ഉയർന്ന അളവിൽ കിഡ്നി രോഗികൾക്കൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷങ്ങളുണ്ടാവും. വേറൊരു അസുഖത്തിലേക്ക് വരാനുള്ള സാധ്യത, അല്ലാതെ കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദഗ്ധ ഉപദേശത്തോടു കൂടി മാത്രം എന്ത് സാധനങ്ങൾ കഴിക്കുക. നമ്മൾ ഇതിൻ്റെ ഗുണങ്ങൾ, ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഓരോ ചെടിയുടെയും ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇത് ഉപയോഗിക്കണമെങ്കിൽ മസ്റ്റായിട്ടും ഒരു ആയുർവേദ വിദഗ്ധൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.